ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം അതിൻ്റെ സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി തുടർന്ന് കാണാം. ഇന്ന് നമുക്ക് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഡാൽഗോണ കോഫി വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ചെറിയ വിസ്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ സാധാരണ സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ മിൽക്ക് ഫ്രോത്തർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഞാനിവിടെ ഐക്കയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ബാറ്ററി വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ്. വളരെ ഈസിയാണ്. അധികം റേറ്റ് ഒന്നുമില്ല. ഇത് $2-3 ഉള്ളൂ. ഇത് ഐക്കയുടെ സൈറ്റിൽ നോക്കിയാൽ കാണാം. ഇതാണ് മിൽക്ക് ഫ്രോത്തർ. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കോഫി തയ്യാറാക്കി എടുക്കാം. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. അത് ബ്രൂവോ നെസ്കഫെ ഏതായാലും കുഴപ്പമില്ല. പക്ഷേ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ വേണം. ആദ്യം നമുക്ക് ബ്രൂ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു കപ്പിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ചേർക്കാം. ഇനി ഇതൊരു സ്പൂണോ ഫോർക്കോ മറ്റോ ഉപയോഗിച്ചിട്ട് ഈ മുട്ടയൊക്കെ അടിച്ചെടുക്കുന്ന പോലെ നല്ല സ്പീഡിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ നിറമൊക്കെ മാറി നല്ല ക്രീമായി വരുന്നിടം വരെ നല്ല സ്പീഡിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലുപയോഗിക്കുന്ന ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, പഞ്ചസാര, ചൂടുവെള്ളം ഇത് മൂന്നും ഒരേ റേഷ്യോയിൽ തന്നെ എടുക്കണം. 1 സ്പൂൺ എടുക്കുകയാണെങ്കിൽ എല്ലാം 1 സ്പൂൺ തന്നെ എടുക്കണം. അങ്ങനെയാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മളിങ്ങനെ സ്പൂൺ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ് എങ്കിലും എടുക്കും ഇതുപോലെ ഒന്ന് ക്രീമി ആയി വരാനായിട്ട്. ഇപ്പം നിറമൊക്കെ മാറി നല്ല ക്രീമി ആയി വന്നിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടി. അപ്പോൾ കൈ കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നിർത്തി ചെയ്താൽ മതി. ഇനി ഈ കോഫി ക്രീം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നെസ്കഫയുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ചെറിയ ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കാം. 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലെടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും സെയിം റേഷ്യോ തന്നെ ആയിരിക്കണം. അങ്ങനെയാണ് ഈ ഒരു റെസിപ്പിയുടെ കണക്ക്. ഇനി നമുക്ക് ആ മിൽക്ക് ഫ്രോത്തർ ഉപയോഗിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അല്ലെന്നുണ്ടെങ്കിൽ കയ്പുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മിൽക്ക് ഫ്രോത്തർ ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്രീമായി കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. കൂടുതൽ തിക്കായി പോയി കഴിഞ്ഞാൽ പാലിലേക്ക് നല്ലതുപോലെ യോജിച്ച് വരത്തില്ല. ഇനി ഹോട്ട് കോഫിക്കായിട്ട് ആവശ്യത്തിനുള്ള പാല് തിളപ്പിച്ചെടുക്കാം. ഇനി മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് തിളപ്പിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി സെർവ് ചെയ്യുന്നതിനായിട്ട് ഒരു കപ്പിലേക്ക് കോൾഡ് കോഫി തയ്യാറാക്കാൻ ഒന്നെങ്കിൽ ഐസ് ക്യൂബോ അല്ലെങ്കിൽ പാൽ ഐസ് ആക്കിയതോ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി മറ്റൊരു ഗ്ലാസ്സിൽ ഹോട്ട് കോഫിക്കായിട്ട് ചൂട് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോഫി ക്രീം ചേർക്കാം. പാലിന് മുകളിലേക്ക് കോഫി ക്രീം ഇടുമ്പം ഒരുപാട് ക്വാണ്ടിറ്റി കൂടുതൽ ഇടേണ്ട കാര്യമില്ല. വളരെ കുറച്ച് ചേർത്താൽ മതി. ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാകണമെന്നില്ല. ആ ഒരു ക്രീം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്യാpuchino ഒക്കെ കുടിക്കുന്ന ഒരു ടേസ്റ്റാണ്. ഒരു ക്രീമി ആയിട്ടുള്ള കോഫി കുടിക്കുന്ന ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡാൽഗോണ കോഫി. ഹാൻഡ് മിക്സർ ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ഡാൽഗോണ കോഫി തയ്യാറാക്കുന്ന രീതി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കോഫി കുടിക്കുന്നതിന് മുന്നേ മിക്സ് ചെയ്യുന്നതിനായിട്ട് ഒരു സൈഡിൽ കൂടി വേണം ഒന്ന് ഇളക്കി കൊടുക്കാൻ. ചൂട് പാലിൽ പെട്ടെന്ന് തന്നെ യോജിച്ച് കിട്ടും. തണുത്ത പാലാകുമ്പോൾ ആ ക്രീം അത്രയ്ക്ക് അങ്ങോട്ട് മിക്സായി കിട്ടത്തില്ല. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഹോട്ട് കോഫിയാണ്. അപ്പോൾ നമ്മൾ സമ്മറിലൊക്കെ കുടിക്കാൻ ചിലപ്പോൾ കോൾഡ് കോഫി ആയിരിക്കും ഒന്നും കൂടെ നല്ലത്. പാചകലോകം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.